റമളാനിൽ പാപം പൊറുപ്പിച്ച് നമ്മളെ ആത്മീയ ശുദ്ധീകരണത്തിനും നരകവിമോചനത്തിനും പുണ്യങ്ങൾ ധാരാളമായി കൊയ്തെടുക്കാനും പറ്റിയ ഏറ്റവും നല്ല ഇബാദത്തുകളിലൊന്ന് അത് ഈ നോമ്പ് തുറപ്പിക്കലാണ്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. റമളാൻ തീർന്നിട്ട് തിരിഞ്ഞു നോക്കിയാൽ പിന്നെ നമുക്ക് അവസരം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖിന്റെ വാതിൽ തുറന്നു നൽകുമാറാകട്ടെ. റമളാനിൽ നമുക്ക് പുണ്യം കൊയ്യാൻ പറ്റിയ മറ്റൊരേറ്റവും പ്രധാനപ്പെട്ട സംഗതി പരിശുദ്ധ ഖുർആനിന്റെ വാർഷികാഘോഷമാണല്ലോ റമളാൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം നമ്മൾ വർദ്ധിപ്പിക്കുക. ഒരു 3 ഖത്മെങ്കിലും ഓതുന്നതിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ നടക്കും. ഒരു ഖത്മ് എന്ന് പറഞ്ഞാൽ 30 ജുസ്. 30 ജുസ് എന്ന് പറഞ്ഞാൽ ഒരു ജുസ് എന്ന് പറഞ്ഞാൽ എത്ര? 10 കഷ്ണ. 10 കഷ്ണ 20 പേജ്. 20 പേജ് ഖുർആൻ ഓതാൻ ഒഴുക്കിൽ ഓതാൻ കഴിയുന്ന ഒരാൾക്ക് വേണ്ടത് 20 മിനിറ്റാണ്. നിങ്ങളിത് കഴിഞ്ഞിട്ടൊന്ന് സമയം നോക്കി ഓതി നോക്കി. 20 മിനിറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യും? ഒരു ജുസ് കഴിയും. അങ്ങനെ നമ്മൾ ഒരു ദിവസം 3 ഘട്ടങ്ങളിലായി 20 മിനിറ്റ് മാറ്റി വെക്കുക. 1 മണിക്കൂർ. എന്നാ എന്താവും? ഒരു ദിവസം നമുക്കൊരു 3 ജുസ് ഓതാൻ പറ്റും. ഇതിനേത് സമയം എടുക്കുക? ഒന്ന് അത്തായം കഴിച്ച് സുബഹി ബാങ്കിന്റെ ഇടയിൽ ഒരു സമയം ഉണ്ടാവില്ല, അവിടെ ഒരു 20 മിനിറ്റ് മാറ്റി. ഈ പറ്റ തപ്പിത്തടഞ്ഞ് ഓതുന്നോണായി 25 മിനിറ്റ് മാക്സിമം വരുള്ളൂ, അവിടെ ഒരു 20 മിനിറ്റ് മാറ്റി. അത് കഴിഞ്ഞ് സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കടന്നുറങ്ങാതെ ഒരു ജുസ് അവിടെ 20 മിനിറ്റ്. പിന്നെ ലുഹറിന് പള്ളിക്ക് വരുമ്പോൾ ഏതായാലും ഒരു 10-12 ആകുമ്പോൾ നമ്മൾ വരികയാണല്ലോ. വന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 2 റക്അത്ത് തഹിയ്യത്ത്, 2 റക്അത്ത് ളുഹ, ഇതിന് ശേഷം ഒരു ജുസ്. അങ്ങനെ 3 ദിവസം. ഇനി ഈ സമയം പറ്റാത്തവന് ലുഹറിന്റെ ശേഷമാക്കുക, അസറിന്റെ ശേഷമാക്കുക. ഇതിനേക്കാളൊക്കെ നല്ലൊരു ടൈമുണ്ട്. മഗ്‌രിബോട് അടുത്ത സമയത്ത് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന നേരം ഉണ്ടല്ലേ, ഈ മൊല്ലാക്ക് എന്താ കൊടുക്കാത്ത ഇങ്ങനെ ഈറ പിടിക്കണ സമയം. ആ സമയത്ത് ഒരു ജുസ് ഓതാണ്. എപ്പോൾ ബാങ്ക് കൊടുക്കല്ലേ നമ്മുടെ മനസ്സിലുണ്ട്, ഇത് തീരട്ടെ എന്നുണ്ടാവും. അങ്ങനെ സൗകര്യമുള്ള ഒരു 3 ടൈം. ഒരു ടൈം ടേബിൾ ഇല്ലാഞ്ഞാൽ ഒന്നും നടക്കൂല. സിലബസ് തയ്യാറാക്കണം. എന്നാ നമുക്ക് 10 ദിവസം റമളാനാട് കഴിയുമ്പം തിരിഞ്ഞു നോക്കിയാൽ എന്തുണ്ടാവും? നമ്മളെ ഏട്ടില് അൽഹംദുലില്ലാ ഒരു ഖത്തമുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 30 ദിവസം പിന്നിടുമ്പോൾ 3 ഖത്തമുണ്ടാവും. ഇതിനേക്കാൾ അപ്പുറം ഒന്നുമല്ലൊന്നും ചുരുക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, അത് അങ്ങനെ തന്നെ പോകട്ടെ. ഇത് ചുരുങ്ങിയത് നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു സംഗതിയാണ്. ഖുർആന്റെ വാർഷികം നടക്കുമ്പോൾ നമ്മൾ അതെങ്കിലും ഓതി കൂലി വാങ്ങുന്നില്ലെങ്കിൽ ഈ റമളാൻ പോയി അവസാനം പള്ളിയുടെ ചേറ്റടിമേലിരുന്ന് നമുക്കൊക്കെ കൂട്ടി പറയാം, ഒന്നിച്ച് പറയാം, എത്ര പെട്ടെന്നാലേ ഇന്നലെ വന്ന് ഇന്നാട് പോയ മാതിരി എന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാവില്ല. തിരിഞ്ഞു നോക്കിയാൽ ഉണ്ടാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം, പദ്ധതി ആവിഷ്കരിക്കണം, നടപ്പാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. മുത്തനബി പറഞ്ഞു, വസ്തഗ്ഫിറൂ ഫീഹി ബിഅർബഇ ഖിസാൽ. 4 ദിക്റുകൾ നിങ്ങൾ റമളാനിൽ വർദ്ധിപ്പിക്കണേ. അതിൽ 2 ദിക്റ് അള്ളാന്റെ പൊരുത്തം നിങ്ങൾക്ക് നേടിത്തരുന്നതും 2 ദിക്റ് വ്യക്തിപരമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാനാകാത്തതുമാണ്. ഫഅമ്മൽ ഖസ്ലത്താനില്ലത്താനി തർളൗന ബിഹിമാ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിന്റെ പൊരുത്തം വാങ്ങിത്തരുന്ന 2 ദിക്റ് എന്ന് പറഞ്ഞത് അൻ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അൻ തസ്തഗ്ഫിറൂഹ്. ഒന്ന് ഷഹാദത്ത് കലിമ വർദ്ധിപ്പിക്കലാണ്, 2 ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. അതേ നമ്മൾ നേരത്തെ ചൊല്ലിയ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് പടച്ചോന് പൊരുത്തുള്ള 2 ദിക്റാ. ഇനി അമ്മൽ ഖസ്ലത്താനില്ലത്താനി ലാ ഗിനാഅ ലക്കും അൻഹുമാ. വൈയക്തികമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാനാകാത്ത ദിക്ർ എന്ന് പറഞ്ഞത് ഏതാ? അൻ തസ്അലൂഹുൽ ജന്ന വ തുഈദൂനഹു മിനൻ നാർ. നിങ്ങൾ സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ട് അഭയം തേടലുമാണ്. അതാണ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഈ ദിക്റുകൾ നമ്മൾ യഥേഷ്ടം ഒഴിവുള്ളപ്പോഴും ക്ഷീണിച്ചിങ്ങനെ മലന്ന് കിടക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒക്കെ ചെയ്യാം. എന്തെങ്കിലും ജോലി ചെയ്യണ സമയത്തൊക്കെ ഈ ദിക്റ് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ റമളാൻ നമ്മളെ പാപങ്ങൾ പൊറുപ്പിച്ച് കൽബ് ശുദ്ധിയാക്കി വൃത്തിയാക്കി എടുക്കുക. മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വാഹനം പോലെയാണ്. വാഹനം ഒരു നിശ്ചിത കിലോമീറ്റർ ഓടിയാൽ പിന്നെ അതിനെ സർവീസ് ചെയ്യണം. എന്നതുപോലെ 11 മാസം ഓടുന്ന മനുഷ്യവാഹനത്തെ 12ാമത്തെ മാസത്തിൽ സർവീസിന് കയറ്റിയതാണ്. അങ്ങനെ കയറ്റിയിട്ട്
ആളുകളെ നമ്മളൊക്കെ ഈ സർവീസിന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിൽ നമ്മളൊന്നും പങ്കാളിയാവാതെ വെറും കിടന്നുറങ്ങൽ മാത്രമായാൽ റമദാൻ കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധിയാവൂല. അപ്പൊ എല്ലാ അർത്ഥത്തിലും നമ്മളെ ബോഡിയും എഞ്ചിനും ആത്മാവും ശരീരവും ഒക്കെ വിമലീകരിച്ച് ശുദ്ധീകരിച്ച് ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ല. ഖുർആൻ പറഞ്ഞില്ലേ, ആത്മസംസ്കരണം നേടിയൻ വിജയിച്ചു, പിന്നീട് അവൻ അവന്റെ അള്ളാഹിനെ സ്മരിച്ച് തക്ബീർ ചൊല്ലി ഫസല്ല, അത് കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ വിജയിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.